PB യോഗം ഇന്നും നാളെയും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം അവലോകനം ചെയ്യുന്നതിനും നിലവിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാനുമായി CPM പോളിറ്റ് ബ്യൂറോ യോഗം ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ചേരും. സംഘടനാ കരുത്ത് വീണ്ടെടുക്കാൻ ആവശ്യമായ തെറ്റുതിരുത്തൽ പ്രക്രിയയിലേക്ക് പാർട്ടി കടന്നേക്കും. 21 മുതൽ 23 വരെ ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം ഇതിൽ അന്തിമ തീരുമാനമെടുക്കും. കേരളത്തിലെ കനത്ത തോൽവിക്ക് ശേഷം പാർട്ടി നിയമസഭാ കക്ഷി നേതാവും പ്രതിപക്ഷ നേതാവുമായി ആരെ നിയോഗിക്കണമെന്നതിലും PB യോഗത്തിൽ ധാരണയായേക്കും. പിണറായി വിജയൻ വരണമെന്ന വാദത്തിനാണ് സംസ്ഥാനത്ത് മേൽക്കൈ. കാറും ബൈക്കും കൂട്ടിയിടിച്ച യുവാവിന് ദാരുണാന്ത്യം, സുഹൃത്തിന് പരിക്ക്. തിരുവനന്തപുരം MC റോഡിൽ വെഞ്ഞാറമൂട് കീഴായിക്കോണത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച യുവാവ് മരിച്ചു. കടക്കൽ കുറ്റിക്കാട് സ്വദേശി സുബിനാണ് മരിച്ചത്. ബൈക്കിന് പിന്നിൽ യാത്ര ചെയ്യുകയായിരുന്നു സുബിൻ. ഇന്ന് പുലർച്ചെ 2:30 അപകടം നടന്നത്. വെഞ്ഞാറമൂട് ഭാഗത്തു നിന്ന് വന്ന ബൈക്ക് എതിർദിശയിൽ വന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണ സുബിന് ഗുരുതരമായി പരിക്കേറ്റു. ഉടൻ തന്നെ സമീപത്തെ അഗ്നിരക്ഷാ നിലയത്തിലെ സേനാംഗങ്ങൾ സുബിനെ ആംബുലൻസിൽ വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മുതിർന്ന കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ D. സുധാകർ അന്തരിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. ഇലക്ട്രോണിക് സിറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പ്ലാനിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പുകൾ ആണ് D. സുധാകരൻ കൈകാര്യം ചെയ്തിരുന്നത്. ഹരിയൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ് മരിച്ച D. സുധാകർ. VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വേറിട്ട രീതിയുമായി കോൺഗ്രസ് പ്രവർത്തകർ. VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ശയന പ്രദർശനം നടത്തി കോൺഗ്രസ് പ്രവർത്തകർ. ഇരട്ടി ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിന് മുന്നിലെ റോഡിലാണ് പട നയിച്ചവൻ മുഖ്യമന്ത്രിയാവട്ടെ എന്ന പ്ലക്കാർഡുമായി കോൺഗ്രസ് പ്രവർത്തകനായ മാടത്തിൽ സ്വദേശി PV രാജൻ ശയന പ്രദക്ഷിണം നടത്തിയത്. മാടത്തിൽ കോൺഗ്രസ് ബൂത്ത് വൈസ് പ്രസിഡന്റ് കൂടിയാണ് PV രാജൻ. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതൃത്വത്തിലുള്ളവരും പ്രവർത്തകരും ഇരിട്ടിയിൽ VD സതീശിന് വേണ്ടി പ്രകടനവും നടത്തിയിരുന്നു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് KC വേണുഗോപാലിനൊപ്പമാണെന്ന വാർത്തയുണ്ടായതും ഒരു വിഭാഗം UDF പ്രവർത്തകരിൽ അമർഷമുണ്ടാക്കിയിരുന്നു. വെള്ളത്തിൽ മുങ്ങി നാഷണൽ ഹൈവേ. ശക്തമായ മഴയിൽ നാഷണൽ ഹൈവേയിൽ വെള്ളം കെട്ടിനിന്നതോടെ യാത്രക്കാർ പെരുവഴിയിലായി. കാഞ്ഞങ്ങാട് കൂളിയങ്കൽ മുതൽ തോയമ്മൽ വരെയുള്ള റോഡാണ് വെള്ളത്തിൽ മുങ്ങിയത്. വൈകിട്ട് 7 മണിക്ക് തുടങ്ങിയ മഴ 2 മണിക്കൂറോളം നീണ്ടുനിന്നു. ചെറിയ വാഹനങ്ങൾക്ക് റോഡിലൂടെ കടന്നുപോകാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. പല വാഹനങ്ങളും വഴിതിരിച്ചുവിട്ടു. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിക്ക് തൊട്ടടുത്താണ് ഈ അവസ്ഥ. ഇതിന് താഴെയുള്ള സർവീസ് റോഡിലൂടെയാണ് ജില്ലാ ആശുപത്രിയിലേക്ക് പോകേണ്ടത്. ഈ റോഡിലും വെള്ളക്കെട്ടുണ്ടായെന്ന് യാത്രക്കാർ പറയുന്നു.